ഹായ് ഫ്രണ്ട്സ്, അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആംഹോളും സ്ലീവ് കട്ടിങ്ങിൻ്റെയും ഡൗട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം തയ്യൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്കും തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒരുപാട് ഡൗട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. എപ്പോഴും ഇത് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് ആം ഹോളിലേക്ക് ഉള്ള മെഷർമെൻ്റ് എടുക്കലും അതിൻ്റെ ഡൗട്ടുകളും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നെക്കിന് എപ്പോഴും നെക്കിൻ്റെ അകലം ചുരിദാറിനായാലും സാരി ബ്ലൗസിനായാലും നെക്കിൻ്റെ അളവും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അളവും നമ്മളിവിടെ മാർക്ക് ചെയ്ത ശേഷം നെക്കിൻ്റെ അളവ് എപ്പോഴും ചുരിദാറിന് എടുക്കുകയാണെങ്കിൽ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അളവ് റെഡി എത്രയാണ് കിട്ടേണ്ടത് അതിനേക്കാളും 3/4 ഇഞ്ച് കൂടെ ഇവിടെ അടയാളപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3.25 അല്ലെങ്കിൽ 4 ഇവിടെ ഷോൾഡറിൻ്റെ അളവ് എടുക്കുക. അതിനുശേഷം അതേ ലെവലിൽ എത്രയുണ്ട്, ഇവിടെ 7 ഉണ്ട്. ഈ 7 അതേ ലെവലിൽ തന്നെ നമ്മൾ ഇവിടം വരെ താഴെ വരെ ഒരു മാർക്ക് കൊടുക്കുക. ആ മാർക്ക് കൊടുത്ത ശേഷം അതിന് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഒരു അളവ് കൊടുക്കുക. അളവിന് വേണ്ടിയിട്ട് ഒരു വര കൊടുക്കുക. ആ വര എത്രയായിരിക്കണം, ആ വര ചെസ്റ്റിൻ്റെ അളവ് അനുസരിച്ച് വേണം ആ വര സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവിൽ നമ്മൾ എപ്പോഴും ചെസ്റ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ചെസ്റ്റ് എപ്പോഴും 44 അല്ലെങ്കിൽ 42 ഉള്ള ചെസ്റ്റ് മെഷർമെൻറ്റിന് 6.5 അല്ലെങ്കിൽ 6.25 ഷോൾഡർ കൈക്കുഴി വരിക. ആംഹോൾ വരുന്നത് 6.25 ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ 6.25 മാർക്ക് ചെയ്തിട്ടുള്ളത്. 6.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ കൈക്കുഴിയുടെ സെൻറ്റർ കാണണം. സെൻറ്റർ കൈക്കുഴിയുടെ ഇവിടെ നിന്നെടുത്ത ഈ സെൻറ്റർ ഇവിടെ 6.25 പകുതി എത്രയാണ്, 3.25 വരും. 6.25 പകുതി അല്ലേ, 3.25 വരും. 3.25 നമ്മളൊരു മാർക്ക് ചെയ്യുക. ആ മാർക്കിൻ്റെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പതുക്കെ വരച്ച് കൊടുക്കുക. എങ്ങോട്ടേക്ക്, ഇവിടെ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് നമ്മൾ പതുക്കെ ഇവിടുന്ന് വരച്ച് കൊടുത്ത് അവിടെ ഒരു മാർക്ക് കൊടുക്കുക. അവിടുന്നാണ് +3.25 അല്ലെങ്കിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ കൈക്കുഴി കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡ്രസ്സിനാണ് കേട്ടോ. ബ്ലൗസിന് വരുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ കഴുത്ത് ഇറങ്ങുന്നതനുസരിച്ച് നമ്മളുടെ കൈക്കുഴിയിൽ വരയ്ക്കുമ്പോൾ നമുക്കതിന് 1 ഇഞ്ച് ഇതിൻ്റെ വ്യത്യാസം, ഈ അളവിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ചുളിവുകൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ആ ചുളിവുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് നെക്ക് ഇറങ്ങുന്നതനുസരിച്ച് ഇവിടെ നമ്മൾ കൈക്കുഴിയുടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് നമ്മൾ കുറച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ കൂടുതൽ തുണി ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് മെഷർമെൻ്റ് എടുക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാൻ. നമുക്ക് ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് ഇതിലോട്ട് മാർക്ക് ചെയ്ത് ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ആംഹോൾ ഇവിടെ പിടിപ്പിക്കേണ്ട രീതിയിൽ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് ഇവിടെ നിന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് വരുന്നത്, ഇവിടെ 9 വരുന്നുണ്ട്. 8.25 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആംഹോൾ അതിൽ മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്ലീവിനുള്ള തുണി എടുത്തിരിക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ലൈനിങ് ആണിത്. അപ്പോൾ അതെല്ലാം ലൈനിങ് ആദ്യം കട്ട് ചെയ്തിട്ട് ബോഡി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ലീവ് ലെന്ത് വരുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് സ്ലീവ് ലെന്ത്. ഇതിൻ്റെ കര വരുന്നത് കണ്ടോ, ഈ കരഭാഗം നമ്മുടെ അടിയിൽ പോകാൻ സ്ലീവിൻ്റെ ലൂസായിട്ട് എടുക്കും. ഇവിടെ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ 2ആക്കി മടക്കി നമ്മൾ ഫോൾഡ് ചെയ്ത് സ്ലീവിൻ്റെ ഫോൾഡായിട്ടുള്ള ഭാഗവും എടുക്കുക. ഇവിടെ ലൂസും ഇവിടെയാണ് ആംഹോൾ ഷേപ്പും വരച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 16 ഇഞ്ച് സ്ലീവ് ലെന്ത് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ 16 എന്നുള്ളത് ഒരു 16 മടക്കി തയ്ക്കാനും ചേർത്ത് ഒരു 17 ഇഞ്ച്
17.5 ഇഞ്ച് എടുക്കുക. 17.5 ഇഞ്ച് 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പം 17 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കൈക്കുഴിയുടെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് വരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു 4.5 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. 4 അല്ലെങ്കിൽ 5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഈ മാർക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഷേപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വിട്ടിട്ട് 1.5 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു മാർക്ക് ഇവിടെ കിടക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് നമുക്ക് ഇവിടുന്നുള്ള ഷേപ്പ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാതിരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ഷേപ്പിലൂടെ തന്നെ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഉണ്ടോ? ഈ ഷേപ്പിലൂടെ തന്നെ നമുക്ക് ഈ ഷേപ്പ് ഇങ്ങനെ, സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇതിലോട്ട് വരച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഉണ്ടോ? അപ്പം ഇതിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്.